ഒറ്റ ദിവസം ഗാസയിൽ കൊണ്ടിട്ടത് 153 ടൺ ബോംബുകൾ. വെടിനിർത്തലിന് ശേഷമാണ്, നെതന്യാഹു തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നു, ഒരു കൈ ഞാൻ സമാധാനത്തിനായി നീട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ മറ്റേ കൈയിൽ ആയുധമുണ്ട്. ഞങ്ങൾ ശക്തരായതുകൊണ്ടാണ് നിങ്ങൾ സമാധാനം ആവശ്യപ്പെടുന്നത്. ഇസ്രയേൽ ഇപ്പോൾ എന്നത്തെക്കാളും ശക്തരാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തത് വിവേകാനന്ദനെയാണ്. വിവേകാനന്ദൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ശക്തിയാണ് പ്രധാനം, ഭാരതം ശക്തമായ രാഷ്ട്രമാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം 2 ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭടന്മാർ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ പേരിലാണ് നെതന്യാഹു ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങളെ വീണ്ടും ഗസയുടെ മുകളിലേക്ക് പറത്തിവിട്ടത്. 153 ടൺ ബോംബിങ്, അതും വീണ്ടും ഓടിപ്പോയ ആളുകളൊക്കെ തിരിച്ചു വന്നപ്പോൾ ആണ് ഈ ബോംബിട്ടിരിക്കുന്നത്. വലിയ നാശനഷ്ടം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പുറത്തു വരുന്നില്ല. കാരണം അവിടുന്ന് വാർത്തകൾ പുറത്തേക്ക് വിടാൻ അൽ ജസീറ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പുറത്താക്കിയിരിക്കുക. വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വെടിനിർത്തൽ ഇസ്രായേലിന് വലിയ താല്പര്യമില്ലാത്തതാണ്. കാരണം ജീവനോടെയുള്ള ബന്ദികളെയൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി ജഡങ്ങളാണ്. അപ്പോൾ പിന്നെ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പണി അങ്ങ് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. ട്രംപ് പറയുന്നുണ്ട്, ഹമാസ് പറഞ്ഞത് കേൾക്കണം, ഇല്ലെങ്കിൽ അടിച്ച് പിരിച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് JD വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇസ്രായേലിൽ എത്തിയിട്ടുമുണ്ട്. എന്താണ് ഇസ്രായേൽ വെടിനിർത്തലിൻ്റെ പേരിൽ ഹമാസിനെ പറ്റിക്കോ? പറ്റിച്ചിട്ടുണ്ട്. പറ്റിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ആ കരാർ എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞുകൊണ്ടായിരിക്കും. അതങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ 20 ഇന പരിപാടിയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും ഇനിയുള്ള ഭരണം എങ്ങനെയായിരിക്കും തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അവ്യക്തമായിരുന്നു. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നിരായുധീകരണം ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ഹമാസ് അപ്പോഴേ പറഞ്ഞിരുന്നു. ജീവിച്ചിരിക്കുന്ന ബന്ദികളെ മുഴുവൻ കിട്ടി. പിന്നെ നെതന്യാഹു പറഞ്ഞൊരു കാര്യം, ഇവര് ആ ആദ്യഘട്ടം ഇങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. ആ ആദ്യഘട്ട സമയത്ത് തിരിച്ചു തരേണ്ട ജഡങ്ങളൊന്നും തന്നിട്ടില്ല. ഒരു ജഡം മാറിപ്പോവുക ചെയ്തു, ഒരെണ്ണം മാറിപ്പോയി. ഇന്നലെ ആ നേപ്പാളിലെ ആളുടെ കിട്ടി ബോഡി നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ എത്തിക്കുന്ന ബിപിൻ ജോഷി ആളുടെ കിട്ടി. ഈ 28 ജഡങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഇനിയും 19 ജഡം കിട്ടാനുണ്ട്. അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുഴുവൻ അവശിഷ്ടങ്ങളുടെ അടിയിൽ കിടക്കുന്നുണ്ടാകാം. അവശിഷ്ടങ്ങളുടെ അടിയിൽ നിന്ന് ഇതെടുക്കാനായിട്ട് നിങ്ങൾ ആധുനിക ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ IDFന്റെയും കൂടി സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തപ്പി നോക്കാം എന്നാണ് ഹമാസ്. തുർക്കി വന്ന് സഹായിക്കാന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേൽ നെതന്യാഹു സമ്മതിച്ചിട്ടില്ല അതുവരെ. അതെ, പക്ഷെ ജഡങ്ങളില്ലാത്തടത്തോളം ആ 2 കാര്യങ്ങൾ, ഒന്ന് ഈ ഗാസയിലേക്കുള്ള ഈ സഹായം പകുതിയാക്കി കുറച്ചു. കാരണം ട്രക്കുകളൊന്നും ഞങ്ങൾ 600 ട്രക്കിന് പകരം 300 എണ്ണമേ ഇനി അയക്കുള്ളൂ ഒരു ദിവസം എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, സമ്മതിക്കുള്ളൂ. അതുപോലെ ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് കൊടുക്കുന്നതും ഇസ്രായേലാ, ബോംബ് കൊടുക്കുന്നതും ഇസ്രായേലാ, എല്ലാം അവരാ കൊടുക്കുന്നത്. അപ്പോൾ ഈജിപ്തിലേക്കുള്ള റഫ അതിർത്തി തുറക്കില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും ആ 20 പരിപാടിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ 20 പരിപാടിയിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ തന്നെ ഇസ്രായേൽ ലംഘിച്ചു. ആയുധം വെച്ച് കീഴടങ്ങണമെന്നുള്ള വ്യവസ്ഥ ഹമാസും ലംഘിച്ചു. അതെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൽ നെതന്യാഹുവിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഈ ഹോസ്റ്റേജസിൻ്റെ, ജീവിച്ചിരിക്കുന്ന ബന്ദികളെ വിട്ടുകിട്ടാത്തത് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി പോലെയായി നെതന്യാഹു വിഷമിക്കുന്നുണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിൽ നേരിയ ഭൂരിപക്ഷം ഉള്ളൂ, നെസറ്റിലുള്ളൂ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വന്നാൽ ഈ ബന്ദികളുടെ പേരിലുള്ള ഒരു ഇമോഷണൽ വേവ് നെതന്യാഹുവിനെതിരായിട്ട് വരുമായിരുന്നു. ബന്ദികളെ തിരിച്ചു കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയമായുള്ള തൻ്റെ മുന്നിലുള്ളൊരു വെല്ലുവിളി മറികടക്കാൻ ട്രംപും നെതന്യാഹുവും മച്ചാനും കൂടി ആലോചിച്ചെടുത്ത ഒരു സാധനമാണ്. ഇപ്പം നെതന്യാഹു വാർ ഹീറോ ആയി, എല്ലാ ബന്ദികളും കിട്ടി. അതെ, ഹമാസിനെ പറഞ്ഞു പറ്റിക്കും എന്ന് തന്നെ നമ്മൾ നേരത്തെയും ചർച്ചയിൽ പറഞ്ഞതാണ്. കാരണം ഹോസ്റ്റേജസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല എന്ന് ഹമാസ് പറഞ്ഞു. ഹമാസിനും CPM-നും ആണല്ലോ ഈ പോളിറ്റ് ബ്യൂറോ ഉള്ളത്. അപ്പോൾ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞിരുന്നു, ഞങ്ങൾ നിരായുധീകരണം എന്ന് പറഞ്ഞൊരു സംഗതിക്ക് വഴങ്ങില്ല, അത് അസംബന്ധമാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഹമാസിന്റെ ഒരു വ്യാജ പ്രചാരണം കണ്ടോ സാർ? അവർ എക്കാലത്തും ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നവരാണ്. മരിച്ചു കിടക്കുന്നതായിട്ടൊക്കെ ഫോട്ടോ എടുത്ത് കാണിക്കുക, പിന്നെ ജടം എണീറ്റ് നടക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് ഈ പലസ്തീനികളുടെ ജടം വിട്ടുകൊടുത്തതിനകത്ത്
ഹാർട്ടും വൃക്കയും ഒന്നും ഇല്ലായിരുന്നു, ഇതെല്ലാം ഇസ്രയേൽ ചൂഴ്ന്നെടുത്തു എന്ന് പറഞ്ഞ് ഇന്നലെ മറ്റേ മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒന്നാമത് ഇത് വളരെ പല ജഡങ്ങളിലും ഞാൻ വായിച്ചത് ആക്രമണത്തിന്റെ, പീഡനത്തിന്റെ ഒക്കെ തെളിവുകൾ പല ജഡങ്ങളിലും അത് ബന്ദികളുടെ ജഡത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇസ്രായേൽ ചെയ്തു എന്നാണ് ഇവർ ഇപ്പം മീഡിയ വണ്ണൊക്കെ പറയുന്നത്. അതെ, പലസ്തീനികളുടെ അത് മറ്റേത് പറയുന്നതിന് ബദലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോ സംഭവിക്കുന്നത് എന്താന്ന് അവിടെ ഒരു മറുപടി, രസകരമായ ഒരു മറുപടി വന്നു. അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ രസം. ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ, ആരിഫ് ഹുസൈൻ എന്നൊരു പോസ്റ്റ് ഇട്ടു. ശരിയാണ്, അവരുടെ ജഡം പരിശോധിച്ചപ്പോൾ 2 സാധനങ്ങൾ കണ്ടില്ല. ഒന്ന് തലച്ചോറും പിന്നെ അഗ്രചർമ്മവും കണ്ടില്ലത്. അത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അതിനും കൂടിയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഒറ്റുകാര് എന്ന് പറഞ്ഞിട്ട് ഈ മാപ്പിളലകളക്കാലത്ത് ഇൻഫോർമൻസ് എന്ന് പറഞ്ഞിട്ട് പോലീസിലൊക്കെ ജോലി ചെയ്തിരുന്ന ഈ ഖാൻ ബഹദൂർ ചെക്കുട്ടിയൊക്കെ പോലുള്ള ആളുകളൊക്കെ ഈ ആലി മുസ്ലിയാരുടെ, വാര്യൻ കുന്നന്റെ ഒക്കെ ആളുകൾ ഈ ദേശീയ മുസ്ലിങ്ങളെയൊക്കെ കൊല്ലുമായിരുന്നല്ലോ എന്ന് പറയുന്നത് പോലെ ഈ പൊറ്റുകാര് എന്ന് പറഞ്ഞിട്ട് ഈ അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളെയൊക്കെ കൊല്ലുന്നുണ്ട് ഇവര്. ആദ്യത്തെ ദിവസങ്ങളിൽ അതാ ചെയ്തത്. അങ്ങനെ ചെയ്തത് എന്താന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ദാഗ്മുഷ് എന്ന് പറഞ്ഞൊരു കുടുംബം, അത് 600 പേരുണ്ട് ആ കുടുംബത്തിലെ. ഈ ദാഗ്മുഷ് എന്ന് പറഞ്ഞ കുടുംബക്കാര് ഈ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ നേരത്തെ ഹമാസുകാർ റാഞ്ചിക്കൊണ്ടുപോയിരുന്നു. ഹമാസും ഇവരും തമ്മിൽ അടിച്ചു നിൽക്കുന്നുണ്ട്. ഗാസയിൽ തന്നെയാണ് ആ കുടുംബം. അപ്പൊ അതുകൊണ്ട് ഇസ്രയേല് അധിനിവേശക്കാലത്ത് പരമസുഖം ഉണ്ടായിരുന്നു ഈ ദാഗ്മുഷ് എന്ന് പറഞ്ഞ കുടുംബത്തിന്. പക്ഷെ ഇസ്രയേൽ പോയപ്പോ അവരുടെ പണിയായി. അപ്പോ സാബ്ര, തെൽ ഹവ പ്രവിശ്യകളില് അവരും ഹമാസും തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നുണ്ട്. ഈ ദാഗ്മുഷ് കുടുംബത്തിലെ പല ആളുകളെ, അത് അവിടുത്തെ ഏറ്റവും വലിയ ഗോത്രവർഗമാണ്. അപ്പോൾ സത്യത്തിലെ അടി നടക്കുന്നത് എല്ലായിടത്തും നോക്കുമ്പോൾ ഈ ഗോത്രങ്ങൾ തമ്മിലാണ്. അത് അവസാനിക്കില്ല. അതല്ലാതെ ജൂതന്മാരും മറ്റവരും തമ്മിലുള്ള അടി, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അടി നടന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് പൊതുവെ രണ്ട് സുന്നികൾ തമ്മിലാണല്ലോ അടിക്കുന്നത്, സുന്നി രാജ്യങ്ങൾ തമ്മിൽ. അവർക്ക് പിന്നെ പറയാനൊന്നുമില്ല, ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഗോത്രം അടി തുടങ്ങി. കാരണം ഗാസയില് അവര് തമ്മിൽ സുന്നികൾ തമ്മിലാണല്ലോ അടിക്കുന്നത്. ഗോത്രങ്ങളാണ്, പക്ഷെ 2 തരം ഗോത്രങ്ങള്, 3 തരം ഗോത്രങ്ങളോ 4 തരം ഗോത്രങ്ങളാണ്. അവര് തമ്മിൽ അടി തുടങ്ങി. ഈ പരിപാടി നടപ്പില്ല എന്നും കൂടി ട്രംപ് പറഞ്ഞു. കാരണം നിങ്ങൾ ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ പരിപാടിയും കൂടി നടക്കില്ല എന്ന് പറഞ്ഞു. ട്രംപ് ഇത് പറയുമ്പോഴത്തേക്ക് അവർ പരമാവധി ആളുകളെ കൊന്നു കളഞ്ഞു. എനിക്കൊരു മര്യാദ കേട് തോന്നിയത്, ഇസ്രായേൽ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്നവരായിരുന്നു ഈ ഗോത്ര കുടുംബം. അവരെ ഏകപക്ഷീയമായി കൊലക്ക് കൊടുത്തിട്ട് ഇസ്രായേൽ സേന അങ്ങ് പൊക്കളഞ്ഞു. ഇസ്രായേൽ സേന പോകരുതായിരുന്നു. പക്ഷെ ആ കരാറിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് എടുക്കുന്ന ഒരു സ്ഥാനത്തേക്ക് മാറും. ഇസ്രായേലിന് അനുകൂലമായ ഒരു വ്യവസ്ഥയായിട്ടാണ് അത് വന്നത്. അതാണ് ഹമാസിനെ കാണിച്ച വ്യവസ്ഥ വേറെ എന്നും 11-ാം മണിക്കൂറിൽ നെതന്യാഹു വ്യവസ്ഥ മാറ്റി എഴുതിച്ചു എന്നും പറയുന്നത് ഇത്തരം വകുപ്പുകൾ അതിൻ്റെ അകത്ത് പിന്നീട് ചേർത്തു എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ കെയ്റോയില് ഈ ഹമാസിന്റെ കൂടെ നിൽക്കുന്ന ഈ ഖത്തറും ഈജിപ്തും ഒക്കെ കൂടി ഈ കരാർ സ്വാഗതം ചെയ്തതോടുകൂടി ഹമാസിന് വഴങ്ങേണ്ടി വന്നു. ഹമാസിനും താല്പര്യമില്ലാത്ത ഒരു സംഭവമായിരുന്നു. കാരണം ഈ ഇപ്പോ ഗാസയിലൊക്കെ ഹമാസിന്റെ ഭരണമാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. അല്ല, അത് മാത്രം പ്രധാനപ്പെട്ട കാരണം ഗാസയുടെ ഭരണത്തിൽ ഇനി ഹമാസിന്റെ റോൾ ഉണ്ടാവാൻ പാടില്ല എന്ന് വെടിനിർത്തൽ കരാറിലുണ്ട്. അപ്പൊ അതിലും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ പലസ്തീൻ അതോറിറ്റിക്ക് വേണ്ടപ്പെട്ട, അബ്ബാസിന് വേണ്ടപ്പെട്ട ചില ആളുകളായിരിക്കും അതിൻ്റെ അകത്ത്. കാരണം പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസ നഗരം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ IDF ഉണ്ടായിരുന്നത് എന്നാണല്ലോ ഇത്രയും കാലം പറഞ്ഞിരുന്നത്. ഇപ്പൊ ആക്രമണം നടക്കുന്നതൊക്കെ റഫേലാണ്. ഇന്നലെ വ്യോമാക്രമണം നടന്നതൊക്കെ റഫേലാണ്.
ഇപ്പൊ റഫേലാണ് ഈ 145 പേര് കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ വിശാലമായ ഒരു പ്രദേശമാണ് ഇനിയിപ്പോ അധിനിവേശത്തിൽ കൂടി ഇസ്രയേലിന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. അജണ്ട മാറി ഗാസ നഗരം ഞങ്ങൾ പിടിക്കുന്നു എന്നുള്ള സംഗതി മാറിയിട്ട് കുറേയും കൂടി തെക്കോട്ട് അവർ നീങ്ങിയിട്ട് ഈജിപ്തിന്റെ അതിർത്തിയിലേക്ക് കയറുകയാണ്. അതാണ് റാഫ അതിർത്തി ഞങ്ങൾ തുറക്കില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അതിർത്തിക്ക് അപ്പുറത്തേക്കൊന്നും പലായനവും വേണ്ട, ഇതിന്റെ അകത്ത് നിന്ന് ചാകുക. അല്ല, ഇസ്രയേലിൽ നിന്ന് നോക്കാനുമില്ല, ജീവനുള്ള ബന്ദികളെല്ലാം കിട്ടിക്കഴിഞ്ഞു. കരാർ പാലിച്ചില്ല ഹമാസ്. അല്ല, ബന്ദികളെ കിട്ടി, ബന്ദികളെ കിട്ടി, അവരുടെ ആവശ്യം നടന്നു. ബന്ദികളുടെ ജഡങ്ങൾ പിന്നെ കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ എന്ത്, മരിച്ചുപോയി. മരിച്ചുപോയി. കാരണം ഇവരൊക്കെ മറ്റേ അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്ന് ഹമാസ് തന്നെ കൊണ്ടുവന്ന് പറയിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ജഡമില്ല, 19 ജഡം ഇല്ല. അപ്പൊ പിന്നെ ആ കുടുംബങ്ങൾക്കും, ഈ കുടുംബങ്ങളുടെ സമ്മർദ്ദം, അവരുടെ അസോസിയേഷനും ഒക്കെ ഉണ്ടല്ലോ ഇസ്രയേല്, അവരുടെ ശല്യവും ഉപരോധവും ധർണയും ഉപവാസവും ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞുകൂടി അവരുടെ ശബ്ദം എല്ലാം ഹമാസിന്റെ തലയിലേക്ക് വന്നു. അപ്പൊ ഹമാസ് എല്ലാ കരാറുകളും ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഗാസയില് ആ സമാധാനം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല ഗാസ. അപ്പൊ ഈ തുടരെ വെടിപൊട്ടുന്നത് ഇനി എപ്പോഴാണെന്ന് മാത്രം നോക്കിയാൽ മതി. അത് വലിയ ഒരു ഏരിയ, ഹമാസ് നിലകൊള്ളുന്ന വലിയൊരു ഏരിയ പിടിക്കാൻ പോവുകയാണ് ഇസ്രയേല്. അത് ചിലപ്പോൾ 1 മാസത്തിൻ്റെ ഉള്ളിൽ അതാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ കുറച്ച് ഈ മറ്റേ ഹമാസ് അവിടെ അവശേഷിക്കുന്നുണ്ടെന്നുള്ളത് അവർ തിരിച്ചു വന്നപ്പോൾ, ഈ സമാധാനവും ഉടനെ വന്നു എന്ന് പറഞ്ഞ് കുറെ ആളുകൾ തിരിച്ചു, അതുവരെ കാണാത്ത മാളത്തിൽ നിന്ന് എലികൾ വരുന്നത് പോലെ കുറെ വണ്ടിയിലും ഒക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് വെടിപൊട്ടിക്കാനും ഒക്കെ തുടങ്ങി, പലസ്തീനികളെ തന്നെ കൊല്ലാനും ഒക്കെ തുടങ്ങി. അപ്പൊ അവര് ആ അവശിഷ്ട ഹമാസിനെ കൂടി ഇനി ശരിപ്പെടുത്താനുണ്ടെന്ന് നെതന്യാഹു, എത്ര പേരുണ്ടെന്നുള്ള കണക്കെടുക്കാൻ പറ്റിയപ്പോ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അവശിഷ്ട ഹമാസും കൂടി നശിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.